ഹലോ സ്റ്റുഡൻസ്, റെഫ്രിജറേഷനും എയർ കണ്ടീഷനിങ്ങും എന്ന ഈ മോഡ്യൂളിലേക്ക് സ്വാഗതം. ഈ സെഷനിൽ നമ്മൾ 3 and 4 ഡോർ നോൺ ഫ്രോസ്റ്റ് റെഫ്രിജറേറ്ററുകളുടെ കോമ്പണന്റുകൾ ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. ലക്ഷ്യങ്ങൾ. ഈ എക്സസൈസിന്റെ അവസാനം നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാകും: ടൈമർ ചെക്ക് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും, ബൈമെറ്റൽ തെർമോസ്റ്റാറ്റ് ചെക്ക് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും, ഡീഫ്രോസ്റ്റ് ഹീറ്റർ ചെക്ക് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും, PTC റിലേ ചെക്ക് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും, ഓവർലോഡ് പ്രൊട്ടക്ടർ ചെക്ക് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും, ഇവാപറേറ്റർ ഫാൻ മോട്ടോർ ചെക്ക് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും. ഇനി നമുക്ക് 3 and 4 ഡോർ നോ ഫ്രോസ്റ്റ് റെഫ്രിജറേറ്ററുകളുടെ കോമ്പണന്റുകൾ ടെസ്റ്റ് ചെയ്യാൻ ആവശ്യമായ ടൂളുകളും എക്യുപ്മെന്റുകളും കൺസ്യൂമബിളുകളും എന്തൊക്കെയാണെന്ന് നോക്കാം. ടൂളുകളും എക്യുപ്മെന്റുകളും കൺസ്യൂമബിളുകളും: ക്ലാമ്പ് മീറ്റർ, ലൈൻ ടെസ്റ്റർ 500 വോൾട്ട്സ്, കട്ടിംഗ് പ്ലെയർ ലെങ്ത് 200 മില്ലിമീറ്റേഴ്സ്, നോസ് പ്ലെയർ ലെങ്ത് 150 മില്ലിമീറ്റേഴ്സ്, സ്ക്രൂ ഡ്രൈവർ സെറ്റ്, മൾട്ടി സ്ട്രാൻഡ് വയർ 5 meters per 1 square millimeter, bulb holder, electrical test board, dry ice, 3 door refrigerator, 4 door refrigerator. ഇനി നമുക്ക് 3 and 4 ഡോർ നോ ഫ്രോസ്റ്റ് റെഫ്രിജറേറ്ററുകളുടെ കോമ്പണന്റുകൾ ടെസ്റ്റ് ചെയ്യാൻ ആവശ്യമായ തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ടാസ്ക് 1: ടെസ്റ്റ് ലാമ്പും ക്ലാമ്പ് മീറ്ററും പവർ സോഴ്സും ഉപയോഗിച്ച് 3 and 4 ഡോർ നോ ഫ്രോസ്റ്റ് റെഫ്രിജറേറ്ററുകളിൽ ടൈമർ ചെക്ക് ചെയ്യുന്നതും ടെസ്റ്റ് ചെയ്യുന്നതും എങ്ങനെയാണെന്ന് നോക്കാം. and 4 ഡോർ നോ ഫ്രോസ്റ്റ് റെഫ്രിജറേറ്ററുകളുടെ കോമ്പണന്റുകൾ ടെസ്റ്റിംഗ് സ്റ്റാൻഡേർഡ് റെഫ്രിജറേറ്ററുകളുടേതുപോലെ തന്നെയാണ്. ടെമ്പറേച്ചർ കൺട്രോൾ, എനർജി എഫിഷ്യൻസി, ഡ്യൂറബിലിറ്റി, ഡീഫ്രോസ്റ്റിംഗ് മെക്കാനിസങ്ങൾ, എയർ ഫ്ലോ, നോയ്സ് ലെവലുകൾ, സേഫ്റ്റി, കൂടാതെ യൂസർ ഇന്റർഫേസ് എന്നിവയിൽ ഫോക്കസ് ചെയ്യുക. മുൻപിലത്തെ സെഷനിൽ നമ്മൾ എല്ലാ എക്യുപ്മെന്റുകളുടെയും ചെക്കിങ്ങും ടെസ്റ്റിംഗും കവർ ചെയ്തതാണ്. ദയവായി ആ സെഷൻ റെഫർ ചെയ്യുക. തെർമോസ്റ്റാറ്റിലേക്ക് ആക്സസ് കിട്ടുന്നതിന് ആവശ്യമായ കവറുകളും പാനലുകളും നീക്കം ചെയ്യുക. സാധ്യമെങ്കിൽ പ്രൊട്ടക്റ്റീവ് കവർ അൺസ്ക്രൂ ചെയ്ത് റിമൂവ് ചെയ്യുക.
സാധാരണയായി ഫ്രീസർ കമ്പാർട്ട്മെന്റിന്റെ റിയൽ പാനലിന് പുറകിലായി ഉണ്ടാകാറുള്ള ഡീഫ്രോസ്റ്റ് ഹീറ്റർ കണ്ടുപിടിക്കുക. അത് ചിലപ്പോൾ ഒരു കോയിൽ ചെയ്ത വയറായോ അല്ലെങ്കിൽ ഗ്ലാസ് ട്യൂബായോ കാണപ്പെട്ടേക്കാം. ഡീഫ്രോസ്റ്റ് ഹീറ്ററിൽ ബേണുകളോ ബ്രേക്കുകളോ ഡിസ്കളറേഷനോ പോലുള്ള എന്തെങ്കിലും ഡാമേജിന്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ടോ എന്ന് ഇൻസ്പെക്ട് ചെയ്യുക. ഇനി നമുക്ക് 3 and 4 ഡോർ നോ ഫ്രോസ്റ്റ് റെഫ്രിജറേറ്ററുകളുടെ കോമ്പണന്റുകൾ ടെസ്റ്റ് ചെയ്യാൻ ആവശ്യമായ പ്രോസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടാസ്ക് 1. 3 and 4 ഡോർ നോ ഫ്രോസ്റ്റ് റെഫ്രിജറേറ്ററുകളുടെ ഇവാപ്പറേറ്റർ ഫാൻ മോട്ടർ ചെക്കിങ്ങും ടെസ്റ്റിങ്ങും. ഇവാപ്പറേറ്റർ ഫാൻ മോട്ടർ കണ്ടുപിടിക്കുക. സാധാരണ അത് ഫ്രീസർ കമ്പാർട്ട്മെന്റിൽ ഒരു പാനലിന്റെയോ കവറിന്റെയോ പുറകിലായിരിക്കും ഉണ്ടാവുക. ഫാൻ ബ്ലേഡിലും മോട്ടറിലും ഡാമേജിന്റെ ലക്ഷണങ്ങൾ ഉണ്ടോ എന്നറിയാനും ഒബ്സ്ട്രക്ഷനോ എക്സസീവായി ഡേർട്ട് അക്യുമുലേഷനോ ഉണ്ടോ എന്നറിയാൻ വിഷ്വലി ഇൻസ്പെക്ട് ചെയ്യുക. വോൺ ഔട്ട് വയറുകളോ ബേൺഡ് ആയ പാർട്ടുകളോ അല്ലെങ്കിൽ ഫിസിക്കൽ ഡാമേജോ പോലുള്ള ഇറഗുലാരിറ്റീസോ ഉണ്ടോ എന്ന് നോക്കുക. സ്മൂത്ത് മൂവ്മെന്റ് ഉണ്ടോ എന്നറിയാൻ പവർ ഡിസ്കണക്ട് ചെയ്ത ശേഷം കൈകൊണ്ട് ഫാൻ ബ്ലേഡ് റൊട്ടേറ്റ് ചെയ്ത് നോക്കുക. ബ്ലേഡുകൾ ഒരു ഒബ്സഷനോ റെസിസ്റ്റൻസോ ഇല്ലാതെ ഫ്രീ ആയി കറങ്ങണം. ടേൺ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മോട്ടറിന് എന്തെങ്കിലും മെക്കാനിക്കൽ ഇഷ്യൂ ഉണ്ടായിരിക്കും. ഇവാപ്പറേഷൻ ഫാൻ മോട്ടറിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന വയറുകൾ ഡിസ്കണക്ട് ചെയ്യുക. ക്ലാമ്പ് മീറ്റർ കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ റെസിസ്റ്റൻസ് സെറ്റിംഗിലേക്ക് സെറ്റ് ചെയ്യുക. ഒരു ടെസ്റ്റ് ലാമ്പ് ഉപയോഗിച്ച് മോട്ടോർ വൈൻഡിങ്ങിന്റെ കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്യുക. ബൾബ് ഗ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂറ്റി തൃപ്തികരമാണെന്നാണ് സൂചിപ്പിക്കുന്നത്. ടൈമറിലും ഇവാപ്പറേറ്റർ ഫാനിലും നേരിയ വൈൻഡിംഗ് വയർ ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് ഒരു ലോ വാട്ടേജ് ബൾബ് ടെസ്റ്റ് ലാമ്പ് ഉപയോഗിക്കുക. മോട്ടോർ പവർ സപ്ലൈയിൽ കണക്ട് ചെയ്യുക. മോട്ടോർ റൺ ചെയ്ത് നോക്കിയിട്ട് മോട്ടോർ ഫാസ്റ്റ് സ്മൂത്തായി റൺ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ഫാൻ മോട്ടോർ പ്രോപ്പറായി വർക്ക് ചെയ്യുന്നുണ്ട്. റീക്യാപ്പ്. ഈ ടോപ്പിക്കിൽ നമ്മൾ ഇവയെല്ലാം എങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലാക്കി. ടൈമർ ചെക്ക് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും, ബൈമെറ്റൽ തെർമോസ്റ്റാറ്റ് ചെക്ക് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും, ഡീഫ്രോസ്റ്റ് ഹീറ്റർ ചെക്ക് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും, PTC റിലേ ചെക്ക് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും, ഓവർലോഡ് പ്രൊട്ടക്ടർ ചെക്ക് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും, 3 and 4 ഡോർ നോൺ ഫ്രോസ്റ്റ് റെഫ്രിജറേറ്ററുകളിൽ ഇവാപ്പറേറ്റർ ഫാൻ മോട്ടോർ ചെക്ക് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും. നിങ്ങൾക്കെല്ലാവർക്കും 3 and 4 ഡോർ നോൺ ഫ്രോസ്റ്റ് റെഫ്രിജറേറ്ററുകളുടെ കോമ്പണന്റുകൾ ടെസ്റ്റ് ചെയ്യാൻ ആവശ്യമായ പ്രോസസ് എന്തൊക്കെയാണെന്ന് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സ്റ്റുഡൻസ്. നമുക്കിനി അടുത്ത സെഷനിൽ കാണാം. ബൈ.